കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരധ്യായമാണ് കേരളത്തിലെ അറബി രചനകൾ സാമൂഹ്യ നിർമ്മിതിക്ക് വഹിച്ച പങ്ക് എന്നുള്ളത്. കേരളം അറബി നാടുകളുമായുള്ള ബന്ധം വ്യാപാരത്തിലൂടെ തുടങ്ങി പിന്നീടത് വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിനിമയമായി മാറി. ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ മകുടോദാഹരണമാണ് അറബി മലയാളം എന്ന സവിശേഷ ഭാഷാരൂപം. ഒരു ജനതയുടെ സാംസ്കാരിക ആവിഷ്കാര പേടകമായിരുന്നു അത്. എന്താണ് അറബി മലയാളം? അറബി ലിപി ഉപയോഗിച്ച് മലയാള ഭാഷ എഴുതുന്ന രീതിയാണിത്. ഇത് വെറും ലിപിമാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു സാംസ്കാരിക തന്ത്രമായിരുന്നു. സംസ്കൃതം കലരാത്ത സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പ്രാദേശിക ഭാഷയിൽ മതപരവും വൈജ്ഞാനികവുമായ അറിവുകൾ പകരുക എന്നതായിരുന്നു ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. പൊന്നാനിപ്പള്ളി എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കലാലയമായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. അതുപോലെ നമുക്കറിയാം 1498 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് അധിനിവേശ ശക്തികൾ കടന്നു വരുന്നത് പോർച്ചുഗീസുകാർ. അവർക്കെതിരെ സാമൂതിരിയോടൊപ്പം പടപൊരുതാൻ വേണ്ടി ഇവിടുത്തെ മഖ്ദൂമുമാർ, പ്രത്യേകിച്ചും വലിയ മഖ്ദൂം, അവിടുന്ന് ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഗ്രന്ഥമാണ് തഹ്രീർ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബദത്തി സ്വൽബാൻ എന്ന കാവ്യ ഗ്രന്ഥം. ആ ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മഹാനവറുകൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅലി അഖ്ബാരിൽ ബുർത്തഗാലിയീൻ എന്ന യോദ്ധാക്കൾക്ക് ഒരു സമ്മാനം എന്ന പ്രശസ്തമായ ഗദ്യഗ്രന്ഥവും രചിക്കുകയുണ്ടായി. ഈ രണ്ട് ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ പൊന്നാനിയുടെ സംഭാവനയാണ്. പൊന്നാനി പള്ളിയുടെ ഈ ഒരു പള്ളി സ്ഥാപിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ മഹാനവറുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ നമുക്ക് ഏറ്റവും അക്കാദമിക് തലത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. കൊച്ചിയിലെ കൊച്ചങ്ങാടിയിൽ ജനിച്ച് പിതൃവിൻ്റെ കൂടെ പൊന്നാനിയിൽ വന്ന് ഇവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നുകർന്ന് അതിനുശേഷം കോഴിക്കോട് പഠിച്ചു. അതിനുശേഷം മക്കത്ത് പോയി മക്കയിൽ നിന്ന് ഈജിപ്തിലെ അക്കാലത്തെ പ്രശസ്തമായ ജാമിയത്തുൽ അസ്ഹർ എന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് കുതിര കെട്ടി പുറപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ ഇന്ത്യയിൽ നിന്നുള്ള അസ്ഹരി പട്ടം വാങ്ങുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവാണ്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മഹാനവറുകൾ ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുമ്പോൾ മഹാനവറുകളൊരു സ്വപ്നം കാണുകയുണ്ടായി. മഹാനവറുകൾ കണ്ട ഒരു കാര്യം, ഞാൻ ഈജിപ്തിൽ പഠിച്ച അതുപോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളക്കരയിലും വേണം എന്നൊരു നിർബന്ധ ബുദ്ധി മഹാനവറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പൊന്നാനി പള്ളി സ്ഥാപിക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈദേശശക്തികൾ വരുന്ന കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് മഹാനവറുകൾ പൊന്നാനിയിലെത്തുന്നത്. തീർത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടമാണത്. 16-ാം നൂറ്റാണ്ടോടെ ഈ സാഹിത്യശാഖ ശക്തിപ്പെട്ടു. മുഹയ്യുദ്ദീൻ മാല പോലുള്ള ആദ്യകാല കൃതികളാണ് ഇതിന് അടിത്തറയിട്ടത്. ഇത് ഗാനരൂപത്തിൽ ഭക്തിതത്വങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അറിവിനെ പണ്ഡിതന്മാരിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്കെത്തിച്ച വിപ്ലവകരമായ ചുവടുവെപ്പായിരുന്നു ഇത്. സാമൂഹ്യ നിർമ്മിതിയിൽ അറബി മലയാളം നൽകിയ ഏറ്റവും വലിയ സംഭാവന വിദ്യാഭ്യാസപരമായ നവോത്ഥാനമാണ്. അന്നത്തെ ഊത്തുപള്ളികളിലും പള്ളി ദർസുകളിലും പാഠ്യവസ്തുക്കളായി ഉപയോഗിച്ചത് ഈ അറബി മലയാള ഗ്രന്ഥങ്ങളാണ്. ഈ രചനകൾ സാക്ഷരത വർദ്ധിപ്പിക്കാൻ നേരിട്ട് സഹായിച്ചു. കപ്പപ്പാട്ട് പോലുള്ള കാവ്യങ്ങൾ ആഴത്തിലുള്ള തത്വചിന്താപരമായ ആശയങ്ങൾ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഗദ്യത്തിലും പദ്യത്തിലും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഇതോടെ
കർമ്മശാസ്ത്രവും ചരിത്രവും കഥകളും സാധാരണക്കാർക്ക് പ്രാദേശിക ഭാഷയിൽ ലഭ്യമായി. അറബി രചനകൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും നിർണായക സ്ഥാനമുണ്ട്. അത് പ്രതിരോധത്തിൻ്റെ സാഹിത്യം കൂടെയായിരുന്നു. പോർച്ചുഗീസുകാരുടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും അധിനിവേശത്തിനെതിരെ പോരാളികൾക്ക് ആവേശം നൽകിയത് ഈ രചനകളാണ്. ഇതിലേറ്റവും പ്രധാനം പടപ്പാട്ടുകളാണ്. മോയിൻകുട്ടി വൈദ്യരുടെ ഇതിഹാസ രചനകളായ ബദർ പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ട് തുടങ്ങിയവ ചരിത്ര സംഭവങ്ങളെ സാധാരണക്കാർക്ക് ഹൃദയസ്പർശിയായ ഈണങ്ങളിൽ നൽകി. ഇത് വെറും പാട്ടുകളല്ല, മറിച്ച് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടാൻ ഒരു ജനതയെ പ്രചോദിപ്പിച്ച ആശയാഗ്നിയാണ്. അറബി മലയാളം ഒരു സാംസ്കാരിക സമന്വയത്തിന് വഴിയൊരുക്കി. അറബി, പേർഷ്യൻ, ഉറുദു പദങ്ങളെ അത് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നു. ഇത് മലയാളത്തെ കൂടുതൽ സമ്പന്നമാക്കി. മാപ്പിളപ്പാട്ടുകളുടെ സംഗീതാത്മകത കേരളീയ കലാരൂപങ്ങളെയും സ്വാധീനിച്ചു. അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാംസ്കാരിക വൈവിധ്യത്തിന് ഒരു അറബ് ഇസ്ലാമിക മാനം നൽകി. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹ്യ നിർമ്മിതിയിൽ അറബി രചനകൾ നൽകിയ പങ്ക് അളവറ്റതാണ്. ഇതൊരു സാംസ്കാരിക ദൗത്യമായിരുന്നു. അറബി രചനകൾ നമുക്ക് നൽകിയത് 3 പ്രധാന കാര്യങ്ങളാണ്: വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, രാഷ്ട്രീയമായ ധീരത, സാംസ്കാരിക സമന്വയം. ഇന്ന് അറബി മലയാളം പ്രചാരത്തിലില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ ആത്മാവ് മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങളിലൂടെയും നവോത്ഥാന ചിന്തകളിലൂടെയും നമ്മിൽ ജീവിക്കുന്നു. ഈ പൈതൃകത്തെ വെറും ചരിത്രമായി കാണാതെ വൈവിധ്യമാണ് കേരളത്തിൻ്റെ ശക്തിയെന്ന് വിളിച്ചു പറയുന്ന ഒരു സാംസ്കാരിക രേഖയായി നാം മനസ്സിലാക്കണം. അവസാനമായി എൻ്റെ ചോദ്യം ഇതാണ്: കേരളം ഇന്നെങ്ങനെയിരിക്കുന്നു എന്നതിൻ്റെ പിന്നിൽ നമ്മൾ അറിയാതെ പോയ എത്രയെത്ര ചരിത്ര കഥകളുണ്ട്.